വിവരമറിഞ്ഞ റാണി എല്ലാ ആഭരണങ്ങളും ഒരു പെട്ടിക്കകത്താക്കി ഒരു രഹസ്യ വഴിയിലൂടെ രക്ഷപ്പെട്ടു. പിന്തുടർന്നു വന്ന പട്ടാളക്കാർ കണ്ടത് കാവേരി നദിയിലെ വെള്ളച്ചാട്ടത്തിന് മുകളിലായുള്ള ഒരു പാറയിൽ നിൽക്കുന്ന റാണിയെയാണ്. റാണി പട്ടാളക്കാരോട് വിളിച്ചു പറഞ്ഞു, പോയി നിങ്ങളുടെ അധിപനോട് പറയുക, ജീവിതത്തിൽ ഞങ്ങൾ പരാജിതരായി, പക്ഷേ മരണത്തിൽ ഞങ്ങളെ തോൽപ്പിക്കാനാവില്ല. അഭിമാനം ഞങ്ങൾക്ക് ജീവിതത്തെക്കാൾ വിലപ്പെട്ടതാണ്, അതാണ് നിങ്ങൾ തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്നത്. തുടർന്ന് മേൽപ്പറഞ്ഞ ശാപവചനങ്ങൾ ചൊരിഞ്ഞ ശേഷം റാണി താഴെ കാവേരിയുടെ ഒഴുക്കിൽ തന്നെ കാത്തിരിക്കുന്ന മരണത്തിലേക്ക് എടുത്തു ചാടി. ശാപത്തിന്റെ അനന്തരഫലമായി തലക്കാട് പട്ടണം പൂർണ്ണമായും മണൽ കൂനകളാൽ മൂടപ്പെട്ടു, ജനവാസയോഗ്യമല്ലാതെ ഉപേക്ഷിക്കപ്പെട്ടു. മണൽ കൂനകൾക്കിടയിൽ പല ക്ഷേത്രങ്ങളുടെയും കെട്ടിടങ്ങളുടെയും അവശിഷ്ടങ്ങൾ ഇപ്പോഴുമുണ്ട് എന്ന് പറയുന്നു. കാവേരി നദി മാലങ്കി ഗ്രാമത്തിനടുത്ത് ശക്തമായ നീർച്ചുഴി ഉണ്ടാക്കി ഗ്രാമത്തിന്റെ ഒരു ഭാഗം തന്നെ ഈ ചുഴിയിലകപ്പെട്ട് ഇല്ലാതെയുമായി. മൈസൂർ രാജവംശത്തിൽ ഒന്നിടവിട്ട തലമുറയിൽ സന്താന ഭാഗ്യം ഇല്ലാതായി അവകാശികളെ ദത്തെടുക്കേണ്ട അവസ്ഥ വന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ നിലവിലുള്ള രാജാവും അല്ലെങ്കിൽ രാജാവിന്റെ മുൻഗാമിയും ദത്തിലൂടെ പദവിയിലെത്തിയ ആളാണ്. എന്നാൽ ഈ ഐതിഹ്യമൊക്കെ വെറും കെട്ടുകഥയാണെന്ന് പറയുന്ന ആളുകളുമുണ്ട്. അതിന് ശാസ്ത്രീയമായി അവരുടെ വിശദീകരണം ഇങ്ങനെയാണ്. കാവേരി നദീതീരത്തുള്ള ചരിത്ര പ്രസിദ്ധമായ സ്ഥലമാണ് തലക്കാട്. 1336 വിജയനഗര സാമ്രാജ്യത്തിലെ മന്ത്രിയായിരുന്ന മാധവ മന്ത്രി കാവേരിയിൽ തലക്കാടിന് നേരെ മുകളിലായി ഒരു തടയണ നിർമ്മിച്ചതായി പറയപ്പെടുന്നു. തൽഫലമായി തലക്കാട് ഭാഗത്ത് കാവേരിയിൽ നീരൊഴുക്ക് കുറയുകയും നദീതടത്തിൽ കാലങ്ങളായി അടിഞ്ഞുകൂടിയ മണൽത്തിട്ടകൾ വെളിപ്പെടുകയും ചെയ്തിരിക്കാം. പ്രദേശത്ത് അനുഭവപ്പെടാറുള്ള ശക്തമായ കാറ്റ് ഈ മണൽത്തരികളെ തലക്കാട് ഭാഗത്തേക്ക് പറത്തി അവിടെ നിക്ഷേപിച്ചതാകാം. ഇതുകൊണ്ടായിരിക്കാം അവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രങ്ങളും കെട്ടിടങ്ങളും മണൽ കൂനയുടെ അടിയിൽ പോയത്. ഭൂമിശാസ്ത്രപരമായ ചില വ്യതിയാനങ്ങളാൽ മലങ്കിയിൽ വെച്ച് കാവേരി നദി വഴിതിരിഞ്ഞു പോകുന്നതാണ് നീർച്ചുഴി രൂപപ്പെടാൻ കാരണമായി പറയുന്നത്. മൂന്നാമത്തെ കാര്യമാണ് ഈ ശാപകഥ വിശ്വസിക്കാൻ പലരെയും പ്രേരിപ്പിക്കുന്നത്. എന്തുകൊണ്ട് മൈസൂർ രാജവംശത്തിൽ അവകാശികൾ ഉണ്ടാകുന്നില്ല, അവകാശികളെ ഉണ്ടാകരുതെന്നാണ് റാണിയുടെ ശാപം. പിന്നെ ഒന്നിടവിട്ടുള്ള തലമുറകൾ മാത്രം എന്തുകൊണ്ട് ബാധിക്കപ്പെടുന്നു? അടുത്ത ബന്ധുക്കൾ തമ്മിലുള്ള വിവാഹ ബന്ധമായിരിക്കാം ഈ ഒരു സന്താനരാഹിത്യത്തിന് കാരണമെന്ന് പറയപ്പെടുന്നു. വോഡയാർ രാജവംശത്തിൽ 19 രാജാക്കന്മാരിൽ 10 പേർക്ക് അവകാശികൾ ഇല്ലാത്തതുള്ളൂ എന്നതും ശ്രദ്ധേയമാണ്. ഇത്തരം വിശദീകരണങ്ങൾക്കെല്ലാം അതീതമായി 400 വർഷങ്ങൾക്കിപ്പുറവും ഈ ശാപകഥ യാഥാർത്ഥ്യമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് കൂടുതലും എന്നതാണ് സത്യം. 1638 ഇടിമിന്നലേറ്റ് മൈസൂർ കൊട്ടാരത്തിന് ഭാഗികമായ നാശം സംഭവിച്ചതായും ചരിത്രം പറയുന്നുണ്ട്. ഈ കൊട്ടാരം 1762 മൈസൂർ അധിപനായ ഹൈദരാലിയുടെ കീഴിൽ വന്നു, പിന്നീട് ടിപ്പു സുൽത്താന്റെ കീഴിലുമായി. ടിപ്പു സുൽത്താന്റെ കാലശേഷം ബ്രിട്ടീഷ് ഇന്ത്യ ഗവർണർ ജനറലായിരുന്ന ലോർഡ് മോണിംഗ്ടൺ വോഡയാർ രാജവംശത്തെ മൈസൂരിന്റെ ഭരണമേൽപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 1799 കേവലം 5 വയസ്സ് മാത്രമുള്ള കൃഷ്ണരാജ വോഡയാർ